ഹായ് ഹലോ. അപ്പോൾ നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് ഇടുക്കിയിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ചതുരംഗപ്പാറയിലേക്കാണ്. അപ്പോൾ നല്ല ഇടുക്കി ഡിസ്ട്രിക്റ്റിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പച്ചപ്പാർന്ന പ്രകൃതി രമണീയമായ ഒത്തിരി പച്ചപ്പാർന്ന എല്ലാവർക്കും അറിയാലോ മലനിരകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള മലകളും മൊട്ടക്കുന്നുകളും അതുപോലെ തന്നെ ഒത്തിരി മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ശരിക്കും ഈ കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിന് വല്ലാതെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് ഒരു എന്താ പറയുക, മനസ്സിനൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു യാത്രയൊക്കെ എല്ലാവർക്കും അനിവാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഒരു യാത്രയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേയധികം സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് യാത്രകൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളും അതുപോലെ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈവനിങ് ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു കേട്ടോ. അതും ഞങ്ങൾ എൻജോയ് ചെയ്താണ് പോയത്. കാരണം ആ ഒരു വൈബ്, ഒരു മഴ, യാത്ര, പിന്നെ നമ്മൾ ഈ കാട്ടിലൂടെയുള്ള യാത്ര, അത് ആ ഒരു മഴയത്താവുമ്പോഴത്തേക്കും നല്ല രസമല്ലേ, നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫീലായിരുന്നു കേട്ടോ അത്. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു, ഇടുക്കിയിലേക്കുള്ള യാത്ര. മുഴുവൻ വളവും തിരിവും ഒക്കെ ആയിരുന്നല്ലോ, ഫുള്ള് ടേണിങ്ങും ആയിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം യാത്ര. മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഗ്ലാസ്സൊക്കെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ പതുക്കെ ഒന്ന് തുറന്നിട്ടു. അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. മക്കളെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര. ഇത് നമ്മുടെ ഒരു ഡാമിൻ്റെ ഒരു ചെറിയ കൈവഴിയാണ് അത്. നമ്മുടെ കല്ലാർകുട്ടി ഡാമിൻ്റെ ആ ഒരു ഭാഗമാണത്.